അപ്പയും മക്കളും കൂടെ പോണത് ഇവിടുത്തെ ലൈബ്രറിയിലോട്ടാട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെ പബ്ലിക് ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് മെമ്പർഷിപ്പ് കൊടുക്കാം, അവിടുന്ന് ബുക്ക്സ് എടുക്കാം കേട്ടോ. അപ്പോൾ വർക്കിച്ചൻ്റെയും തോമാച്ചനുള്ള ബുക്ക് എടുക്കാനേ പോകുന്നത്. വർക്കിക്ക് അത്യാവശ്യം ബുക്സൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്, അവൻ ചെയ്യാറുണ്ട്. പക്ഷേ തോമാച്ചന് ഹാബിറ്റ് ഇല്ല. അപ്പോൾ അതിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചായനെ കൊണ്ടുപോകണം ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ കളർഫുൾ ആയിട്ടുള്ള കുറേ ബുക്കുകൾ നമുക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിലും ബുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ചില ബുക്സൊക്കെ ഇവിടെ ഓർഡർ ചെയ്താൽ കുറേ ദിവസം കഴിഞ്ഞിട്ടാട്ടോ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്തവണയാണെങ്കിൽ വർക്കിച്ചനും തോമാച്ചന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം അവർക്ക് ഇന്ന് അവിടെ നിന്ന് ഒരു ഹോം വർക്ക് പാസ് കിട്ടും. ആ ലെറ്റർ കൊണ്ടുപോയി സ്കൂളിൽ ടീച്ചറുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഹോംവർക്ക് ചെയ്യേണ്ട. അതാണ് അവർക്ക് ഇത്ര സന്തോഷം കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിന്ന് ഇത്തവണ ഐറിഷ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടെ യൂണിക്കോൺ റെസ്റ്റോറൻറ്റിൽ പോയി. യൂണിക്കോണിൽ കുറേ നാളായിട്ടോ കയറിയിട്ട്. പക്ഷേ ഇത്തവണ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല യമ്മി ആയിരുന്നു. ചിക്കൻ വിങ്സും ചിക്കൻ റോസ്റ്റ് ചിക്കനും പിന്നെ ഇവർക്ക് സൂപ്പൊക്കെ ആയിട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. പിന്നെ ഇവിടെ 2 മലയാളീസിനെ കണ്ടു, കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അവർ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായി. പിന്നെ പതിവ് പോലെ ഒരു ക്വിക്ക് ഷോപ്പിങ്ങും നടത്തി. പിന്നെ വീട്ടിൽ വന്നിട്ട് കപ്പയും സാൽമൺ കറിയും പിന്നെ നമ്മുടെ ആവോലി ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ മലയാളിക്കടയിൽ. ഫ്രോസൺ ആണ്, കുഞ്ഞാവോലി, വെള്ള ആവോലില്ലേ, ഞങ്ങൾ മുള്ളെന്നാട്ടോ പറയാം. അപ്പോൾ അതിനെ വറുത്തു. പക്ഷേ എൻ്റെ മീൻകറി വളരെ മോശമായിരുന്നു പറഞ്ഞ് തന്നെ ഇച്ചിരി നിരാശപ്പെടുത്തി.